ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്ന് ഡേ 3 ആണ് മാഡം അഡ്മിറ്റായിട്ട്. ഹാപ്പി ന്യൂ ഇയർ. ഇത് ഞാൻ പറയുന്നതല്ല, ഇന്ന് മാഡത്തിൻ്റെ വായേന്ന് വന്നതാണ് ഹാപ്പി ന്യൂ ഇയർ. ഷീ വിഷ്ഡ് ഹാപ്പി ന്യൂ ഇയർ ടുഡേ മോർണിംഗ്. എന്ന് പറഞ്ഞാൽ സംസാരമല്ല, വിസ്പറിംഗ് ആയിരുന്നു, മംബ്ലിംഗ്. ഹാപ്പി ന്യൂ ഇയർ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മക്കളോടാണ് ആദ്യം പറഞ്ഞത് ഹാപ്പി ന്യൂ ഇയർ. സോ ഇന്നലത്തേക്കാളും ഓവറോൾ നേരിയ പുരോഗതിയുണ്ട്. ബ്രെയിനിൻ്റെ കാര്യത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു പുരോഗതി ഉണ്ട്. ആൻഡ് നമുക്ക് ചെസ്റ്റിൻ്റെ കാര്യത്തിലായിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നത്, ലങ്സിനകത്ത്. അതും ഇന്നലത്തെ എക്സ്റേ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എക്സ്റേസ് കുറേയും കൂടി ക്ലിയർ ആയിട്ടുണ്ട്, ബെറ്ററാണ്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ നമുക്ക് അഗ്രസീവായിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഷീസ് ഇപ്പോൾ ആകെ വാട്ട് ഷീ സേസ് ഇസ് പെയിൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ 3 റിബ് റൈറ്റ് സൈഡിലും 1 റിബ് ഇവിടെ ഉള്ളപ്പോൾ നമ്മളുടെ ഈ ഓരോ മൂവ്മെൻറ്റിനും വേദന ഉണ്ടാവാം. അപ്പോൾ വേദനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പാച്ചാണ് കൊടുക്കുന്നത്, ഫെൻറ്റാനിൽ പാച്ച് എന്ന് പറയും. അത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇഞ്ചക്ഷൻസും ഉണ്ട്, പാരസെറ്റമോൾ ഇൻഫ്യൂഷൻസ് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഒരു പരിധിവരെയൊക്കെ വേദന കവർ ചെയ്യും. പക്ഷെ എന്നിരുന്നാലും വേദനയുണ്ടാവും. അപ്പോൾ അത് നമുക്കത് എന്തായാലും ഇതിൻ്റെ ഭാഗമാണ്. വി ഹാവ് ടു ടേക്ക് ഇറ്റ് ദാറ്റ് വേ. കാരണം വേദനയുള്ളപ്പോൾ നമ്മൾ മുഴുവൻ ശ്വാസം വലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക്, വേദന കാരണം. അപ്പോൾ പതുക്കെ വലിക്കുള്ളൂ മാഡം. അപ്പോൾ എനിവേ ദാറ്റ് ഈസ് എ ചാലഞ്ച് നൗ. ഇനി ഹൗ മെനി ഡേയ്സ് ഓഫ് വെന്റിലേഷൻ? നമുക്കും കഴിയുന്നതും വേഗം വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം, എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ്. ഷീസ് ഇപ്പോൾ നമ്മൾ ഒരു ഇൻ്റർമീഡിയൻ്റ് ആയിട്ടാണ് വെന്റിലേഷൻ കൊടുക്കുന്നത്. ഇടയ്ക്ക് തന്നെത്താനെയും വലിക്കുന്നുണ്ട്, പിന്നെ കൺട്രോൾഡ് മെഷീനും ചെയ്യും. അപ്പോൾ ഫുൾ നമ്മൾ വീക്കാക്കാതിരിക്കാൻ കുറച്ച് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ബട്ട് ഷീസ് ഡൂയിങ് പോസിറ്റീവായിട്ട് ശ്വാസം വലിക്കുന്നുണ്ട് കുറേശ്ശെ. ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ് പറയാനുള്ളത്. ഇന്നലെ വൈകുന്നേരം ഒരു മെഡിക്കൽ ബോർഡും കൂടി കൂടിയിരുന്നു. ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞിട്ടായിരുന്നു ഒരു മെഡിക്കൽ ബോർഡ് ഫ്രം ദ ഗവൺമെൻറ് ആൻഡ് ദ മെഡിക്കൽ ബോർഡ് ഓഫ് റിനൈ. അപ്പോൾ അവർ എല്ലാം നമ്മളുടെ ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തു. വി ഹാഡ് എ ലോങ് ഡിസ്കഷൻ അബൌട്ട് ദ പേഷ്യൻറ്റ് ആൻഡ് ദേ ആർ ഓൾസോ ഹാപ്പി വിത്ത് ദ വേ ഇറ്റ് ഇസ് ഗോയിങ്. അവരും ഹാപ്പിയാണ്, ഇങ്ങനെ തന്നെ പോയാൽ മതി, ദാറ്റ് ഇസ് ഓൾ. കുറേ ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം അതൊക്കെ കഴിഞ്ഞു ഇന്നലെ തന്നെ. അതിപ്പോൾ അവർ ഇനിയിപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇനി കമ്പൈൻഡ് മെഡിക്കൽ ബോർഡും കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. CT പാറ്റേൺ ഡിഫ്യൂസ് ആക്സിഡൻറ്റിൻ്റെയാണ്. പക്ഷേ ഇപ്പം ഒരു പോസ്റ്റ് റിസിസ്റ്റേഷൻ സ്കോർ നല്ല രീതിയിലുള്ളതുകൊണ്ടും നല്ല പ്രതികരണം ഉള്ളതുകൊണ്ടും നമുക്ക് ആ ഒരു പരിക്കിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. അതൊരു നോൺ പ്രോഗ്രസീവ് ഇഞ്ചുറിയാണ്. പരിക്കിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങോട്ടേക്ക് ഉണ്ടാകാറില്ല. അതെ, ഇപ്പം റീസണബിളി വെന്റിലേറ്റഡ് ആയതുകൊണ്ട് മാത്രമുള്ള സംസാരശേഷിയിലുള്ള കുറവ്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതർ ദാൻ ദാറ്റ് ഷീ ഈസ് പെർസീവിങ് ആൻഡ് ഓറിയൻറ്റഡ്. That's a good thing. So we need not be overtly concerned about the head injury part. It is bound to improve. Where issues, medical issues ഒന്നും വന്നില്ലെങ്കിൽ that is a road to recovery. ആൻഡ് ഷീസ് മൂവിങ് ഓൾ ഹെർ ലിംസ്. ഇന്നും കൈയൊക്കെ നന്നായിട്ട് പിടിച്ചു, എല്ലാ കാലുകളൊക്കെ പൊക്കി, കണ്ണ് തുറന്നു. ആ ഒരു റെസ്പോൺസ് ഇസ് വെരി ഗുഡ്. വേദനയുണ്ടെന്ന് പറഞ്ഞു. ഡെഫിനറ്റ്ലി ഇന്ന് മക്കളെയും തിരിച്ചറിഞ്ഞു, എന്നെ തിരിച്ചറിഞ്ഞു. ബിക്കോസ് എനിക്ക് അറിയാവുന്ന ഒരാളായതുകൊണ്ട് ഞാൻ മാസ്ക് മായപ്പോൾ വളരെ ഇന്നലെ അത് തിരിച്ചറിഞ്ഞായിരുന്നു.